ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പലരുടെയും വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇത് നല്ലതല്ലേ, കാണാൻ ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഒരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നല്ല, എൻ്റെ ഇയറിംഗ് കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. ഇയറിംഗ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അധികവും ജിമിക്കാണ് എനിക്കുള്ളത്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വായോ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഭയങ്കര നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടൊന്നും വെക്കാറില്ല. അതായത് പോലെ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ വെക്കാറ്. ഇതങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വാങ്ങിയതോ അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് വാങ്ങിയതോ ഒന്നല്ല. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം കൊണ്ട് ഉള്ള സാധനങ്ങളാട്ടോ ഇത്. ഞാനങ്ങനെ കമ്മലിതായി ഒരു ഗോൾഡിൻ്റെ ഈ ഒരു കുഞ്ഞി കമ്മൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ഞാൻ കമ്മൽ യൂസ് ചെയ്യാറ്. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങിക്കുന്ന കമ്മലുകളാണ്. പക്ഷെ എനിക്കിഷ്ടമാട്ടോ ജിമിക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ളൊരു സാധനമാണ് ജിമിക്കി. ഇനി ഞാൻ ഇട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണിത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ. അത് ഞാൻ ഇതിലിപ്പോൾ പകുതി ഞാൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 1-2 ഐറ്റംസ് ഉണ്ട്. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആണ് ഇത്. ഞാനൊരു സെറ്റ് മുണ്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അതിന് പച്ച ബ്ലൗസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഓർഡർ ചെയ്തത്. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ റെഡും ഒക്കെ ഉണ്ട്. ഇതാ ഇങ്ങനെ ഉണ്ടാവുക. ഇതാണപ്പോൾ ഫസ്റ്റ് വൺ, എൻ്റെ ഫേവറേറ്റ്. എൻ്റെ കയ്യിലുള്ളതിൽ എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാൻ ഇഷ്ടമുള്ള ഒരെണ്ണം ഇതാണ് കേട്ടോ. അടുത്ത ഇതെങ്ങനെ ഒരു ജിമിക്കാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇത് ബിൻസി ചേച്ചി, ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു ചേച്ചിൻ്റെ തൊട്ടപ്പുറത്തെ വീട്. ബിൻസി ചേച്ചി എനിക്ക് കുറേ മുന്നേ വാങ്ങിച്ചു തന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചേച്ചിക്ക് ഒരു ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൊണ്ടു തന്നതാണ്. ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് കണ്ട സ്ക്വയറായിട്ട് ഇങ്ങനത്തെ സ്റ്റഡ് അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല ജിമിക്കിയിലൊന്നും. അപ്പം എനിക്ക് ഭയങ്കര, ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യണ ഒരു കമ്മലാണ് കേട്ടോ ഇത്. അടുത്തതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നിയ ഒരു കമ്മലാണ്. എനിക്ക് എൻഗേജ്മെൻറ്റിന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു വാങ്ങിച്ചത്. പക്ഷേ എൻഗേജ്മെൻറ്റിന് ഞാൻ സെറ്റായിട്ടൊരു മാലയും കമ്മലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന്. അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ ഞാനിത് എൻഗേജ്മെൻറ്റിന് ഇട്ടില്ല. പക്ഷെ എൻ്റെ കല്യാണത്തലേന്ന് ഞാൻ ഹൽദിക്ക് ഇട്ടത് ഈ ജിമിക്കാണ് കേട്ടോ. ഇതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര വർത്തായിട്ട് തോന്നിയൊരു കമ്മലാണിത്. 200 സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. ഇതൊരു കുട്ടി ജിമിക്കാണേ. ഇതും ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ വരുന്ന, ഒരു പിരമിഡിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ജിമിക്കാണ്. ഇത് എനിക്ക് നന്ദു, എൻ്റെ അനിയൻ, ഡൽഹിയിൽ പോയി വന്നപ്പോൾ അതെനിക്കൊരു കുർത്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുർത്ത തന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് ഞാൻ ഇതിന് ചേരുന്നൊരു ജിമിക്കും കൂടെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ കൊണ്ടു തന്നാണിത്. ഇതെനിക്കിഷ്ടമാട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക് മുഖത്തിന് ചേരും. ചില കമ്മലിടുമ്പോൾ നമുക്ക് ഫേസിൽ ചേരില്ല എന്ന് തോന്നില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് എങ്ങനെ ഒരു കമ്മൽ. ഇതെൻ്റെ കമ്മലല്ല കേട്ടോ, ഇത് അടുത്തമ്മയുടെ കമ്മലാണ്. ഞങ്ങൾ ഇതിൽ കുറച്ച് കളറ് മങ്ങിയ പോലെ തോന്നി. അപ്പം ഞങ്ങൾ കൃഷ്ണനെ പെയിന്റ് അടിക്കാൻ വാങ്ങിയ കുറച്ച് പെയിന്റ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചാണ്. ഇതുവരെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു കമ്മലാണ്. ഇതിൻ്റെ സ്റ്റഡ് കുറച്ച് വലുതാണ്, ജിമിക്കിനേക്കാളും കുറച്ചുകൂടെ സ്റ്റഡാണ് വലിപ്പമുള്ള. പിന്നെ അടുത്തത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടുന്ന ഒരു കമ്മലാണ്. ഇതെനിക്ക് ഏട്ടൻ കല്യാണത്തിന് മുന്നേ ഒരു ഗുരുവായൂർ അമ്മയും ഏട്ടത്തമ്മയും ഏട്ടനും ഒക്കെ കൂടെ ഗുരുവായൂർ പോയ സമയത്ത് എനിക്ക് ഏട്ടൻ കൊണ്ടു തന്ന കേട്ടോ. ഇതിന് ഒരു സ്റ്റഡ് ഉണ്ടായിരുന്നു, ഒരു മയിലിൻ്റെ സ്റ്റഡ്. ഈ സ്റ്റഡിൻ്റെ അവിടെ ഒരു മയിൽ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്ന പോലത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇട്ട് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമൊക്കെ 3ാമത്തെ തവണ ഞാൻ ഇട്ടപ്പം അത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അതിനെ കളയാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ അതിനൊരു ഇങ്ങനത്തെ കൊളുത്തിട്ടിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ്. കുർത്തയുടെ ഒക്കെ കൂടെ നല്ല. അടുത്തതും ഒരു ഹാങ്ങിങ് ടൈപ്പ് ജിമിക്കാണ്, ഇങ്ങനത്തെ കൊളുത്ത് വരുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കൊളുത്തുള്ളത് അത്ര എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷെ ഞാൻ ഇടാറുണ്ട്. പക്ഷെ എനിക്ക് എന്തോ എൻ്റെ കാതിലൊന്നും ഇല്ലാത്ത പോലെ തോന്നും. ഇങ്ങനെ കൊളുത്തിടുമ്പോൾ ഈ കൊളുത്താകുമ്പോൾ അധികം അങ്ങനെ കാണില്ലല്ലോ ഇവിടെ. അപ്പം എനിക്ക് കാതിലൊന്നും ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ഇഷ്ടമാണ്. ഇതിൻ്റെ ഷേപ്പ് എനിക്കിഷ്ടമായി, ഈ അടിയത്തെ ജിമിക്കയുടെ. അത് കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതൊന്ന് ഫോഗീവ് ചെയ്യണം. അതെന്താണെന്നറിയില്ല. അത് മാത്രം അങ്ങോട്ട് ശരിയായി വരുന്നില്ല. അതൊക്കെ പതുക്കെ ശരിയാക്കാം കേട്ടോ. അടുത്തത് ഒരു കുഞ്ഞി ജിമിക്കാണ്. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ കുഞ്ഞി ജിമിക്കീസാണ് കേട്ടോ ഉള്ളത്.
ഇതാണ് സാധനം. ഇത്രയേ ഉള്ളൂ കാതിലിട്ട് കഴിഞ്ഞാൽ. ഇത് മീഷോയാണേ, മീഷോ. ഇതൊരു കുഞ്ഞു ജിമിക്ക്. ഇത് എനിക്ക് അനിയൻ വാങ്ങിച്ചെന്നാട്ടോ ഗുരുവായൂർ പോയപ്പം. ഈ സെയിം അമ്മു ചേച്ചിക്ക് അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ഏട്ടൻ്റെ വിഷ്ണുവിൻ്റെയും അമ്മൂച്ചിയുടെയും കല്യാണം കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസം ഞങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നന്ദു വാങ്ങി തന്നതാ. ഇതിന് ഒന്നുകൂടി ഉണ്ട് ഇതേപോലത്തെ അമ്മൂച്ചിക്ക്. ഇത് വേറെ ഒരെണ്ണം കറുത്ത മുത്തൊക്കെ ആയിട്ട് വരുന്ന ഇതാ ജിമിക്കിയുടെ സ്റ്റഡ് മയിലാണ് കേട്ടോ. അത് കാണുന്നുണ്ടോ? ഈ സ്റ്റഡ് വരുന്നത് ജിമിക്കിയുടെ സ്റ്റഡ് വരുന്നത് ഒരു മയിലാണ് കേട്ടോ. ഇതേപോലത്തെ ആയിരുന്നു, ഞാൻ നേരത്തെ ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ വലിയ സ്റ്റഡ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. ഇതെനിക്കിഷ്ടമാണ്. ഇതാ ഒരു കുട്ടി ജിമിക്കി. ഇതും മീഷോയാണ് കേട്ടോ. ഇത് മീഷോയിൽ നിന്ന് മേടിച്ചാണേ. നല്ല ഭംഗിയുണ്ട്, ഇത് എനിക്കിഷ്ടമാണ്. ഇത് പിന്നെ ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മീഷോയാണ്. ഇത് ഞാൻ എൻ്റെ സേവ് ദ ഡേറ്റിന്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെനിക്കിഷ്ടമുള്ളതാ. ഇത് പക്ഷേ എനിക്ക് വാങ്ങിച്ചായിരുന്നില്ല, അത് ഞാൻ അമ്മു ചേച്ചിക്ക് അവരുടെ കല്യാണത്തിന് മുന്നേ പർച്ചേസിങ്ങിന് പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. ഇത് ചേച്ചിയുടെ ചേച്ചിക്ക് വാങ്ങിച്ചായിരുന്നു. അടുത്തത് ഒരു കുട്ടി ജിമിക്ക്. ഇത് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനുമായിരുന്നു ഒരു പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. ഇത് അന്ന് വാങ്ങിച്ചതാ, കുഞ്ഞു ജിമിക്ക്. ഇതൊരു പൊടി ജിമിക്കാണ്. ഇത് ഒരുപാട് മുന്നത്തെയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, എനിക്ക് +2 ഒക്കെ പഠിക്കുമ്പോൾ ഉള്ളതാ. ഇതെനിക്ക് ഏട്ടൻ വാങ്ങിച്ചെന്താ കേട്ടോ, കല്യാണത്തിന് മുന്നേ. ഞാൻ +2 പഠിക്കുമ്പോൾ ഉള്ളതാണിത്. എത്ര കൊല്ലമായി എന്ന് എനിക്കറിയില്ല, എത്ര വർഷമായി. ഇപ്പം +2 കഴിഞ്ഞിട്ട് ഒരു 7 വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും. 7 വർഷമായിട്ടുണ്ട്. അന്നുള്ള കമല അത്. ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, എനിക്കിഷ്ടമാണ് കേട്ടോ കുഞ്ഞു ജിമിക്ക്. എനിക്ക് ഒരുപാട് വലുത് ഇടുന്നതിനേക്കാളും എൻ്റെ മുഖത്തേക്ക് കുഞ്ഞു ജിമിക്കാ ചേരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അടുത്ത ഇതാ ഇങ്ങനെ ഒരെണ്ണാണ്. ഇത് ഞാൻ പക്ഷെ അധികം ഇട്ടിട്ടില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു പ്രാവശ്യം പൂരത്തിന് പോയപ്പം. പൂരം എന്ന് പറഞ്ഞാൽ പൂക്കോട്ടുംപാട അമ്പലത്തിൽ ശിവരാത്രിയുടെ സമയത്ത് അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അവിടുന്ന് അമ്മ വാങ്ങിച്ചെന്നാ കേട്ടോ. ഇത് വേറെ ഒരെണ്ണം. ഇത് ഒരു കുട്ടി ജിമിക്കാൻ ഞാൻ എനിക്കൊരു സാരിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വാങ്ങിയതാ. ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫെയർവെല്ലിന്, ഇവിടുത്തെ PGക്ക് പഠിക്കുമ്പോൾ ഫെയർവെല്ലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്, സാരിയുടെ കൂടെ ഇടാൻ. ഇതും പണ്ടത്തതാണ്. ഇത് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ കുറേ കല്ലുള്ള കമ്മൽ എനിക്ക് അത്ര ലൈക്ക് അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല ഫേസിൽ വയ്ക്കുമ്പോൾ. പക്ഷെ എനിക്കിങ്ങനെ കല്ലുള്ള ജിമിക്ക് അത്ര ഇഷ്ടമല്ല. ഇതെനിക്ക് ആരോ തന്നതാണ്, ആരാന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. സുമി തന്നതാ. സുമിയുടെ എന്താ പറയാ കല്യാണത്തിന് ഞാൻ ഒരുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവളുടെ കമ്മലാണിത്. ആ സുമി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയമ്മയുടെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ. അപ്പം അന്ന് ഞാൻ അവിടുന്ന് കല്യാണത്തിന് ഇട്ടത് ഈ ജിമിക്കാം. അപ്പം എന്നിട്ട് എന്നോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് ഈ കമ്മൽ. എനിക്ക് തന്നതാണ് അവള്. അടുത്തത് ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അതാ ഇത് ഞാൻ ഏട്ടൻ്റെയും അമ്മച്ചിയുടെ ഒക്കെ കല്യാണത്തിൻ്റെ അന്ന് അവരുടെ ഏച്ചിയുടെ വീട്ടിൽ ഹൽദിയുടെ അന്നാണ് ഞങ്ങൾ സാരി കൊടുക്കാൻ പറഞ്ഞത്. പുടവ കൊടുക്കലിന് പോയത്. അന്ന് ഒരു യെല്ലോ കളർ കുർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പെയർ ചെയ്ത് വാങ്ങിച്ചായിരുന്നത്. ആ ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് അത്ര ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല, പക്ഷെ ആ ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ നോക്കട്ടെ, അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ അടുത്ത്, ഞാനത് ഇതിൽ ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ജിമിക്കി കളക്ഷൻ. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അത് എനിക്ക് എന്താ പറയുക, ഞാൻ ഒരുപാട് കാലം എനിക്കിഷ്ടമായിരുന്നു ആ മോഡൽ ജിമിക്കി കേട്ടോ. അത് ഞാനിങ്ങനെ നോക്കി വെച്ച് ഞാൻ ലാസ്റ്റ് വാങ്ങിയത് എൻ്റെ കല്യാണത്തിനാണ്. അവൻ ഇനി അതോടി കാണിച്ചു തന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് കേട്ടോ അത്. ഇത് എന്താ പറയാ, ഞാൻ ഇത്രയും വലിയ ജിമിക്കി ഇടുന്ന അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ കല്യാണത്തിന്. പണ്ട് ഡാൻസിനൊക്കെ കളിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ലാണ്ട് ഇട്ടിട്ടില്ല. കണ്ട
എനിക്കിഷ്ടമായിരുന്നു ഇത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ജിമിക്ക് ഇട്ടിട്ട് എനിക്ക് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുന്നേക്ക് ഇത് വാങ്ങി വെച്ചിട്ടുണ്ടാവും കല്യാണത്തിന് വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ കല്യാണത്തിന് ഈ ജിമിക്ക് തന്നെ, ഈ മോഡൽ ജിമിക്ക് തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഏതൊക്കെയോ റീൽസിലും അതേപോലെ ഈ എന്താ പറയുക ഓർണമെന്റ്സ് ഒക്കെ കിട്ടുന്ന പേജ് ഉണ്ടല്ലോ ഇൻസ്റ്റയിൽ, അവരുടെയൊക്കെ റീൽസിൽ കാണുമ്പോൾ എനിക്ക് ഇത് വേണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ്. ഇതൊരു ഇൻസ്റ്റ പേജിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് ഞാൻ. ഇതാണ് എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ചിലപ്പോൾ ചാറ്റിലൊക്കെ അവർക്ക് മെസ്സേജ് ചെയ്തതൊക്കെ ചിലപ്പോൾ കാണാനായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. എനിക്ക് എന്താ പറയുക ഭയങ്കര ആഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ഇയറിംഗ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. പക്ഷെ എൻ്റെ കയ്യിൽ ജിമിക്കാണ് ഉള്ളത്. ജിമിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു കമ്മലെങ്ങാണ്ടേ ഉള്ളൂ ജിമിക്ക് അല്ലാത്തത്. ബാക്കിയൊക്കെ ജിമിക്കാണ്. അപ്പോൾ വേണമെങ്കിൽ ഇയറിംഗ് കളക്ഷൻ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ജിമിക്കി കളക്ഷൻ എന്ന് പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാം. കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ ഒരു 200 ആ ഒരു റേഞ്ച്, 300 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് വ്യൂവേഴ്സ് വരുന്നത്. അപ്പോൾ അത്രയും പേര് എന്നെ കാണുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, 2 മന്ത് ആവുന്നേ ഉള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങാന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക അത്ര പേരെങ്കിലും കാണാന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വീഡിയോസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.